അല്ലെങ്കിൽ തന്നെ ഇത്ര അഹങ്കാരിയായ സ്ത്രീയെ സഹിക്കേണ്ട ആവശ്യം കേരള സമൂഹത്തിന് എന്തായാലും ഇല്ല. സിനിമകളിലെ അഭിനയത്തെക്കാൾ കൂടുതൽ അയാളെ ലൈംലൈറ്റിലേക്ക് കൊണ്ടുവന്നത് ഈ LGBT കമ്മ്യൂണിറ്റിക്കെതിരെ എടുത്ത നിലപാടുകളാണ്. അങ്ങനെയുള്ളത് കൊണ്ടാണ് അയാളെ ഇവിടെ ഗെയിമിലേക്ക് കൊണ്ടുവന്നത്. അതിനുശേഷം അയാളോട് പറയും ബിഗ് ബോസിന് പ്രത്യേക വല്ല ലക്ഷ്യങ്ങളും ഉണ്ടോ എന്നാണ് ഇപ്പോൾ എനിക്ക് സംശയം തോന്നുന്നത്. കാരണം ഇതിനു മുമ്പ് ജാസ്മിന്റെ ഫാദർ വിളിച്ച കാര്യം നമ്മളെ കേൾപ്പിച്ചില്ല, എന്താണ് പറഞ്ഞതെന്ന്. ഹലോ, ബിഗ് ബോസ് ഷോ വന്നിട്ട് താഴെ പോകാൻ തുടങ്ങിയപ്പോഴാണ് അവർ 6 വൈൽഡ് കാർഡ് എൻട്രീസിനെ കൊണ്ടുവന്നത്. വൈൽഡ് കാർഡ് എൻട്രീസ് വന്നതിന് ശേഷം ഷോ ഒന്ന് ഉണർന്നിട്ടുണ്ട്, കുറച്ചൊക്കെ ആക്റ്റീവ് ആയിട്ടുണ്ട്. എന്നാൽ നമ്മൾ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചവർ, കുറെ ഗെയിം കളിക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതിയവരൊക്കെ പിന്നിലേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. അതിൽ പ്രധാനമാണ് നമ്മുടെ സായി കൃഷ്ണ അഥവാ സീക്രട്ട് ഏജന്റ്. പുലി പോലെ വന്നവൻ എലി പോലെ ആയി എന്ന അവസ്ഥയിലാണ് സീക്രട്ട് ഏജന്റ്. കക്ഷി എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ പ്രത്യേകിച്ചൊന്നും ചെയ്യാതെയാണ് ദിവസങ്ങൾ കടന്നു പോകുന്നത്. എന്നാൽ ഒരു സുപ്രധാന കാര്യം, ഒരു സുപ്രധാന ഗെയിം ചേഞ്ചിങ് മൊമെന്റ് സായി കൃഷ്ണ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തത് ജാസ്മിനോട് പുറത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ ജാസ്മിനെ പറ്റിയുള്ള ഇമേജ് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തതിലൂടെയാണ്. അത് കണ്ടപ്പോൾ തന്നെ ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇത് സീക്രട്ട് ഏജന്റിന്റെ ഒരു ഗെയിം ആയിരിക്കാമെന്ന്. ഇന്നലെ ലാലേട്ടൻ വന്നപ്പോഴും സീക്രട്ട് ഏജന്റ് അല്ലെങ്കിൽ സായി കൃഷ്ണ സമ്മതിച്ചു തന്റെ ഒരു ഗെയിം സ്ട്രാറ്റജി ആയിരുന്നു അതെന്ന്. അതിന് ചക്ക വീണപ്പോൾ മുയൽ ചത്തതാണോ എന്നൊന്നും അറിയില്ല. എന്നാലും അതൊരു വ്യത്യസ്തമായ സ്ട്രാറ്റജി ആയിരുന്നു, മുന്നിലേക്ക് പോകാൻ പറ്റുന്ന തരത്തിലുള്ള സ്ട്രാറ്റജിയാണ്. കാരണം ജാസ്മിൻ ഒരു സ്ട്രോങ് പ്ലെയർ ആണ്. ജാസ്മിനും ഗബ്രിയും കൂടെ ചേരുമ്പോൾ, ജബ്രി ആകുമ്പോൾ അവരെ തോൽപ്പിക്കാൻ അത്ര എളുപ്പമല്ല. അപ്പോൾ ജാസ്മിനെയും ഗബ്രിയും തമ്മിൽ വേർപിരിക്കുക, ജാസ്മിനെ വീക്ക് ആക്കുക, അത് തന്നെ ആയിരുന്നിരിക്കണം സായിയുടെ ലക്ഷ്യം. അതല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ലക്ഷ്യം നിറവേറിയിരിക്കുകയാണ്. ഇപ്പോൾ ജാസ്മിൻ വളരെയധികം വീക്കായിട്ടാണ് കളിക്കുന്നത്. അങ്ങനെയുള്ള വീക്കായിട്ടുള്ള ജാസ്മിനെ ഒന്ന് മോട്ടിവേറ്റ് ഒക്കെ ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുവരാൻ ബിഗ് ബോസ് ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ലാലേട്ടനും ആ ആംഗിളിൽ തന്നെയാണ് പറയുന്നത് ജാസ്മിനോട്. എന്തായാലും അതിനുശേഷം ഈ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ ഇതൊക്കെ വെളിപ്പെടുത്തിയതിനു ശേഷം ജാസ്മിന്റെ ഗെയിം പിന്നിലേക്കാണ്. ജാസ്മിന് മെന്റലി അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മെന്റലി പല സ്ട്രാറ്റജീസും പുറത്തെടുക്കാൻ പറ്റുന്നില്ല, ബുദ്ധിപരമായ നീക്കങ്ങൾ നടത്താൻ പറ്റുന്നില്ല. കാരണം ഒരു ഒറ്റപ്പെട്ട ഫീലൊക്കെ കിട്ടുന്നുണ്ട്. താൻ വീടിനകത്ത് ഒറ്റപ്പെട്ടാണ്, പുറത്തും ഇതുപോലെയാണോ എന്ന പേടിയൊക്കെ ഉണ്ട് കക്ഷിക്ക്. ആ വോയിസ് ക്ലിപ്പിന്റെ കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് സായി കൃഷ്ണ പറഞ്ഞു കൊടുത്തു. സായി കൃഷ്ണ ഈ പറഞ്ഞു കൊടുക്കുന്ന സമയത്തെല്ലാം ബിഗ് ബോസ് ഇരുന്ന് കേൾക്കുമായിരുന്നു, മിണ്ടാതെ ഉരിയാടാതെ ഇരുന്ന് കേൾക്കുമായിരുന്നു. അപ്പോഴൊന്നും പറഞ്ഞില്ല. എല്ലാം പറഞ്ഞു കൊടുത്ത് കഴിഞ്ഞപ്പോഴാണ് സായി കൃഷ്ണയ്ക്ക് നമ്മുടെ ബിഗ് ബോസ് വാർണിംഗ് കൊടുക്കുന്നത്. ഇതിന് മുമ്പേ വാർണിംഗ് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്, കേറുന്നതിന് മുമ്പ് തന്നെ വാർണിംഗ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഫൈനൽ വാർണിംഗ് കൊടുത്തത്. അതിനുശേഷം ഇപ്പോൾ ഒരാഴ്ചത്തേക്ക് നോമിനേഷനിൽ വിട്ട് ഒരു അന്തിമ വാർണിംഗ് കൊടുത്തിരിക്കുകയാണ്. കാര്യം എന്താണ്, ഇതിനുകൊണ്ട് ഗുണം എന്താണ്? കാരണം പറയാനുള്ളതെല്ലാം സായി കൃഷ്ണ പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും അതൊരു നല്ല സ്ട്രാറ്റജി ആണോ എന്ന് ചോദിച്ചാൽ നല്ല സ്ട്രാറ്റജി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതോടെ ജാസ്മിനെ കൊണ്ടുള്ള ശല്യം അല്ലെങ്കിൽ ജാസ്മിന്റെ കുത്തക അവിടെ കുറഞ്ഞു. ജാസ്മിൻ ഇപ്പോൾ അധികം ഗെയിം കളിക്കാൻ പറ്റുന്നില്ല. അതോടൊപ്പം സിബിൻ എന്നൊരു മത്സരാർത്ഥി കൂടി വന്നപ്പോൾ, സിബിൻ ഒരു സൈലന്റ് കില്ലറാണ്. സൈലന്റ് ആയിട്ടാണ് വന്നത്. നമുക്ക് ആൾക്കും അറിയില്ലായിരുന്നു സിബിൻ എന്ത് ചെയ്യുമെന്ന ഒരു പ്രതീക്ഷയും ഇല്ലായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് അഭിഷേക് ശ്രീകുമാർ, അഭിഷേക് കെ, സീക്രട്ട് ഏജന്റ് ഇവരൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നാണ്. പക്ഷെ ഇപ്പോൾ ഒരു ബ്ലാക്ക് ഹോഴ്സ്, ഒരു ബ്ലാക്ക് പാന്തർ ആയിട്ട് പൊങ്ങി വന്നിരിക്കുകയാണ് സിബിൻ. സിബിൻ സൈലന്റ് ആയിട്ട് വന്നിട്ട് ഇപ്പോൾ നല്ല സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കുന്നത്. കുത്തിത്തെരുപ്പെല്ലാം വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്, മാനിപ്പുലേഷൻ വേണ്ട രീതിയിൽ നടത്തുന്നുണ്ട്, ബുദ്ധിപരമായ കളികളാണ് നടത്തുന്നത്. കൃത്യമായ മറുപടി പറയാനും പറ്റുന്നുണ്ട് സിബിന്. സിബിന്റെ മുന്നിൽ ജാസ്മിനും ഗബ്രിയും ഒക്കെ നിഷ്പ്രഭരായി പോകുന്ന കാഴ്ചയാണ് നമ്മൾ പലപ്പോഴും കണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് പവർ ടീം പ്രസ് മെമ്പേഴ്സായിട്ട് വന്ന ആ ചലഞ്ചിൽ വളരെ നല്ല പെർഫോമൻസ് ആണ് സിബിൻ കാഴ്ചവെച്ചത്. എന്നാൽ അന്നത്തെ എപ്പിസോഡിൽ ഈ സിബിന്റെ പെർഫോമൻസ് എല്ലാം കട്ട് ചെയ്തു. എന്താണെന്ന് മനസ്സിലായില്ല, എഡിറ്റ് ചെയ്ത് മാറ്റിയ ശേഷമാണ് എപ്പിസോഡ് വന്നത്. ലൈവിലുണ്ടായിരുന്ന പല കാര്യങ്ങളും എപ്പിസോഡിൽ ഇല്ലായിരുന്നു. ആ എപ്പിസോഡ് കണ്ടിരുന്നെങ്കിൽ ഈ ലൈവ് കാണാത്തവരും OTTയിൽ ബിഗ് ബോസ് പ്ലസ് കാണാത്തവർക്കും ഒക്കെ സിബിനെ പറ്റി നല്ല മതിപ്പായിരുന്നേനെ, വോട്ട് കുത്തനെ കൂടിയേനെ, ജാസ്മിന്റെയും ഗബ്രിയുടെയും ചിറ കൊടിഞ്ഞു പോയേനെ. പക്ഷേ എപ്പിസോഡ് വന്നപ്പോൾ ഇത് എഡിറ്റ് ചെയ്ത് മാറ്റിയതിനു ശേഷമാണ് വന്നത്. സിബിന്റെ പോർഷൻ ഇല്ലായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. ബിഗ് ബോസിന് പ്രത്യേക വല്ല ലക്ഷ്യങ്ങളും ഉണ്ടോ എന്നാണ് ഇപ്പോൾ എനിക്ക് സംശയം തോന്നുന്നത്. കാരണം ഇതിനു മുമ്പ് ജാസ്മിന്റെ ഫാദർ വിളിച്ച കാര്യം നമ്മളെ കേൾപ്പിച്ചില്ല, എന്താണ് പറഞ്ഞതെന്ന്. ജാസ്മിന്റെ ഫാദർ വിളിച്ചിട്ട് പുറത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു എന്നാണ് നമ്മൾക്ക് തോന്നുന്നത്. ഇപ്പോൾ ജാസ്മിന് അല്ലെങ്കിൽ ഗബ്രിക്ക് ഒക്കെ അടികിട്ടിയ ആ പോർഷൻ, എപ്പിസോഡിൽ ആ പോർഷൻ എഡിറ്റ് ചെയ്തിട്ടാണ് നമ്മളെ കാണിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതെന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും
സിബിൻ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. അഭിഷേക് ശ്രീകുമാറിനും അഭിഷേക് കേക്കും പ്രത്യേകിച്ച് ഇപ്പോൾ കോണ്ടന്റ് ഒന്നുമില്ല. അവർ പരസ്പരം കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവൻ 2 പറയുമ്പോൾ അവൻ 4 പറയും. അങ്ങനെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമമാണ്. അഭിഷേക് ശ്രീകുമാറിന് വന്നപ്പോഴുള്ള ആൽഫ മെയിൽ സ്ട്രെങ്ത്, ആൽഫ മെയിൽ ഐഡന്റിറ്റി ഒക്കെ പോയ മട്ടിലാണ്. ഇപ്പൊ കക്ഷി ഒരു അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഉള്ളിലുള്ളവരുടെ സ്നേഹം കക്ഷിക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ പുറത്തുള്ളവർ കക്ഷിക്കെതിരെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ആദ്യം സപ്പോർട്ട് ചെയ്ത പലരും ഇപ്പോൾ പുറത്ത് ഉള്ളവർ സപ്പോർട്ട് ചെയ്യുന്നില്ല അഭിഷേകിനെ. കാരണം അഭിഷേക് വന്നപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് ആ കമ്മ്യൂണിറ്റി, LGBT കമ്മ്യൂണിറ്റിക്കെതിരെ ഒരു ശക്തമായ നിലപാടെടുത്താണ് വന്നത്. പക്ഷെ പിന്നീട് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നിയതുകൊണ്ട് കക്ഷി കളം മാറ്റി ചവിട്ടി. അതേസമയം ബിഗ് ബോസിന്റെ ഇരട്ടത്താപ്പ് ഇവിടെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് നമുക്ക്. അഭിഷേക് ശ്രീകുമാറിന്റെ ഐഡന്റിറ്റി എന്നത് തന്നെ ഈ കമ്മ്യൂണിറ്റിക്കെതിരെ നിലപാടെടുത്തു എന്നതാണ്. പിന്നെ 1-2 സിനിമകളിൽ അഭിനയിച്ചിട്ടുമുണ്ട്. ആ സിനിമകളിലെ അഭിനയത്തെക്കാൾ കൂടുതൽ അയാളെ ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവന്നത് ഈ LGBT കമ്മ്യൂണിറ്റിക്കെതിരെ എടുത്ത നിലപാടുകളാണ്. അങ്ങനെയുള്ളത് കൊണ്ടാണ് അയാളെ ഇവിടെ ഗെയിമിലേക്ക് കൊണ്ടുവന്നത്. അതിനുശേഷം അയാളോട് പറയുകയാണ്, നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ പറയരുതെന്ന്. അങ്ങനെ പറയരുതായിരുന്നെങ്കിൽ ആദ്യമേ കൊണ്ടുവന്നപ്പോൾ തന്നെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണമായിരുന്നു, നിങ്ങൾ ഇങ്ങനെയാണ് ഫേമസ് ആയത്, പക്ഷെ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ പറയാൻ പറ്റില്ല എന്ന്. ഈ രീതിയിൽ ഫേമസ് ആയ ഒരാളെ കൊണ്ടുവന്നിട്ട് അയാളോട് തന്നെ പറയുകയാണ്, അയാളെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പറയുകയാണ്, ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ എൻഡോഴ്സ് ചെയ്യുന്നില്ല, നിങ്ങൾക്കിത് പറയാനുള്ള അവകാശമില്ല, നിങ്ങൾ ഇത് പറയരുതെന്ന്. വെറും ബിസിനസ്സും മാർക്കറ്റിംഗ് കാര്യങ്ങളും തന്നെയാണ്, അല്ല വേറൊന്നുമില്ല. അവിടെ ഓണസ്റ്റ് ആയിട്ടുള്ളൊരു ഒപ്പീനിയൻ ആണ് അത് ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അങ്ങനെയുള്ള ഒരാളെ കൊണ്ടുവന്നതിന് ശേഷം ബിഗ് ബോസ് തന്നെ പറയാണ് ഇത് പറയാൻ പറ്റില്ല. എന്തായാലും അഭിഷേക് ശ്രീകുമാറിന്റെ കത്തിക്കലൊക്കെ ഏറെക്കുറെ കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ 2 പേരാണ് വൈൽഡ് കാർഡ് എൻട്രീസിൽ സ്ട്രോങ് ആയിട്ടുള്ളത്. ഒന്ന് സിബിൻ, ഞാൻ നേരത്തെ പറഞ്ഞു. രണ്ടാമത്തത് പൂജ കൃഷ്ണ ഫുൾ ഗെയിം കലക്കി കുടിച്ചിട്ട് വന്നിരിക്കുകയാണ്. ഒരു ബൂസ്റ്റ് പോലെ നല്ലപോലെ കലക്കി കുടിച്ചിട്ടാണ് പൂജ കൃഷ്ണ വന്നിരിക്കുന്നത്. പൂജ കൃഷ്ണയ്ക്ക് ഓരോരുത്തരെയും കാര്യങ്ങൾ അറിയാം. ഇതിനു മുമ്പ് നടന്ന സംഭവങ്ങളെല്ലാം വ്യക്തമായിട്ട് ഓർമ്മയുണ്ട്. 5-6 വട്ടം ഓരോ എപ്പിസോഡും ഇന്ന് കണ്ടെന്ന് തോന്നുന്നു. ലൈവും കൃത്യമായിട്ട് ഇന്ന് കാണുകയാണെന്ന് തോന്നുന്നു. ഇതിനു മുമ്പ് ഇന്റർവ്യൂവിന് വന്നപ്പോൾ, അതായത് ബിഗ് ബോസിലേക്ക് വിളിച്ചപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തുകൊണ്ടാവാം, അവർ പ്രോബബിലിറ്റി ഉണ്ടായിരുന്നതും കൊണ്ട് കൂടെ കൊണ്ടാവാം, അവർ ഇന്ന് കണ്ടിട്ടുണ്ടാവും. എന്തായാലും അവർ വ്യക്തമായിട്ട് എല്ലാം പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പൂജ കൃഷ്ണയും സിബിനും നല്ല സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ആണ്. 2 പേരും ഇൻഡിവിജ്വൽ ആയിട്ടാണ് കളിക്കുന്നത്. പൂജ കൃഷ്ണ അനാവശ്യമായിട്ട് വഴക്കുകൾക്ക് പോകാറില്ല. അവർക്ക് ഓരോരുത്തരെയും ഡിപ്ലോമാറ്റിക്കലി ഹാൻഡിൽ ചെയ്യാനുള്ള വ്യക്തമായ കഴിവും അറിവും ഉണ്ട്. ജാൻമണിയെ പോലും കൃത്യമായിട്ടാണ് അവർ ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പൊ ജാൻമണിയുടെ കാര്യം പറയുകയാണെങ്കിൽ ജാൻമണിയോട് എന്തോ ഒരു സോഫ്റ്റ് കോർണർ ഉള്ളതുപോലെയാണ് തോന്നുന്നത്. ഓക്കെ, LGBT കമ്മ്യൂണിറ്റിയോട് നമുക്കൊരു സോഫ്റ്റ് കോർണർ ഉണ്ട്. അവരൊരു വീക്ക് സെക്ഷൻ ആണ് സൊസൈറ്റിയിൽ. അങ്ങനെയുള്ളവർക്ക് നമ്മൾ സപ്പോർട്ട് കൊടുക്കണം, അവരെ മുന്നിലേക്ക് വരാൻ സഹായിക്കണം. പക്ഷേ എന്ന് കരുതി അവിടെ മുന്നിൽ വീണ് കരയേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ലാലേട്ടൻ പോലും ജാൻമണി വഴക്ക് പറയുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ്. എന്താ കുഞ്ഞ് ഇങ്ങനെ ചെയ്യാമോ എന്നുള്ള രീതിയിലാണ് ലാലേട്ടൻ വഴക്ക് പറയുന്നത്. ബാക്കി ആരെങ്കിലും ആണെങ്കിൽ ലാലേട്ടൻ അങ്ങനെയല്ല വഴക്ക് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലെ എപ്പിസോഡിന് ശേഷം ഞാൻ പറഞ്ഞിരുന്നു, വീക്കെൻഡ് എപ്പിസോഡിന് ശേഷം ഞാൻ പറഞ്ഞിരുന്നു, ലാലേട്ടന്റെ വഴക്ക് പറച്ചിൽ ജാൻമണി എത്തുമ്പോൾ വളരെ സോഫ്റ്റ് ആണ്. എന്താണ്, ആ കമ്മ്യൂണിറ്റിക്ക് ഫുള്ള് ബാധിക്കുമെന്ന് കരുതിയിട്ടാണോ? അങ്ങനെ ആവേണ്ട കാര്യമില്ല. ഒരു ആണിനെ വഴക്ക് പറഞ്ഞാൽ എല്ലാ ആണുങ്ങൾക്കും ഫീൽ ചെയ്യില്ലല്ലോ. അല്ലെങ്കിൽ ഒരു പെണ്ണിനെ വഴക്ക് പറഞ്ഞാൽ എല്ലാ പെണ്ണുങ്ങൾക്കും ഫീൽ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ പിന്നെ ഇവരെയും വഴക്ക് പറയുന്നതിന് എന്താണ് പ്രശ്നം? അതും അവർ കാണിക്കുന്ന തരികിട പരിപാടികൾ ഒട്ടും മാപ്പ് കൊടുക്കാൻ പറ്റാത്തതാണ്. പ്രാവുക, തുപ്പുക, അടിക്കാൻ കൈവോങ്ങുക. ഇന്നലെ നോറെ അടിക്കാൻ കൈവോങ്ങിയതിന് ലാലേട്ടൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞത് പോലുമില്ല. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആ ഡിസ്കഷനിൽ പോലും വന്നില്ല. അതെനിക്ക് മനസ്സിലാവുന്നില്ല. അതിനുശേഷം നോറ അവർക്ക് ഒറ്റമൂലി കുടിപ്പിക്കാൻ പോയപ്പോൾ, അല്ലെങ്കിൽ കുടിപ്പിക്കാൻ വേണ്ടി എടുത്തു വെച്ചപ്പോൾ, അത് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ കുടിക്കുമെന്ന് പറഞ്ഞപ്പോൾ ലാലേട്ടൻ അവരോട് പറഞ്ഞതുപോലും അത്ര ശക്തമായിട്ടൊന്നും അല്ലായിരുന്നു. അവർക്ക് കുടിച്ചേ പറ്റുമെന്ന് പറഞ്ഞ് കുടിക്കേണ്ടി വന്നു. അതിനുശേഷം പറയുന്നത് നിന്റെ ലൈഫ് ഇല്ലാതാക്കും എന്നുള്ള രീതിയിലാണ്. ഇതൊരു ഗെയിം ഷോ ആണെന്നുള്ള കാര്യം അവർ മറന്നുപോയിരിക്കുന്നു. അതിനുശേഷം എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് എപ്പിസോഡ് അവസാനമായപ്പോൾ അവർ നോറ നിന്നിടത്ത് സൈഡിലൂടെ പോയപ്പോൾ തുപ്പിക്കൊണ്ടാണ് പോയത്. എന്ത് സംസ്കാരമാണിത്? എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ഇവർ ആരാണ്? എന്തായാലും ഈ LGBT കമ്മ്യൂണിറ്റിയോടുള്ള ആ സഹാനുഭൂതിയെ ഇല്ലാതാക്കുന്ന രീതിയിലാണ് ഈ ജാൻമണി ദാസിന്റെ പെരുമാറ്റം. ഇവരെ വഴക്ക് പറഞ്ഞതുകൊണ്ട് ആ കമ്മ്യൂണിറ്റി മുഴുവൻ വഴക്ക് പറഞ്ഞു എന്നാകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ബിഗ് ബോസ് മനസ്സിലാക്കേണ്ടതാണ്. അതിനനുസരിച്ച് പെരുമാറേണ്ടതാണ്. അറ്റ്ലീസ്റ്റ് ലാലേട്ടൻ കൃത്യമായിട്ട് വഴക്ക് പറയേണ്ടതാണ്, അവരെ വേണ്ട രീതിയിൽ വഴക്ക് പറയേണ്ടതാണ്. കാരണം നോറ എന്നൊരു പെൺകുട്ടിയെ അടിക്കാൻ കൈവങ്ങിയത്, അവർക്കൊരു മാസ്കുലിനിറ്റി ഉള്ള സ്ത്രീയാണ് ജാൻമണി ദാസ് എന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ത്രീ
ഈ ഇങ്ങനെ ഒരു പെൺകുട്ടി അടിക്കാൻ കൈ ഓങ്ങിയിട്ട് ഒരു തരത്തിലുള്ള ഇടപെടലും ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നെങ്കിൽ ഭയങ്കര കഷ്ടമാണ്. ഈ ഷോ തന്നെ നിർത്തുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഇടപെടാനോ വേണ്ട രീതിയിൽ ഹാൻഡിൽ ചെയ്യാനോ കഴിയുന്നില്ലെങ്കിൽ, അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ ഇത്തരം കമ്മ്യൂണിറ്റിയിലുള്ളവരെ കൊണ്ടുവരരുത് ഈ ഷോയിലേക്ക്. നിങ്ങൾക്ക് ആ കമ്മ്യൂണിറ്റിയിലുള്ളവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ ഈ ഷോയിൽ LGBT കമ്മ്യൂണിറ്റിയിലുള്ളവരെ കൊണ്ടുവരരുത്. അത്രയേ ഉള്ളൂ കാര്യം, അല്ലാതൊന്നുമല്ല. ജയ്ദീപ് കെയും അതേ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആളാണ്, എന്ത് ഡീസെന്റ് ആയിട്ടാണ് പെരുമാറുന്നത്. ഇതിനു മുമ്പ് വന്ന നാദിറ മെഹറിനും അതേ കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്, എന്ത് ഡീസെന്റ് ആയിട്ടാണ് അവർ പെരുമാറിയത്. ഇവർക്ക് ഹുങ്കാണ്, ഈ ജാൻമണി ദാസിന് ഹുങ്കാണ്, അവർ എന്തൊക്കെയാണ് എന്നുള്ള അഹങ്കാരമാണ്. അതിൻ്റെ യാതൊരു കാര്യമില്ല, നമുക്കൊന്നും യാതൊരു മൈൻഡും ഇല്ല. നിങ്ങൾ ആരും ആയിക്കോട്ടെ, നമുക്ക് യാതൊരു മൈൻഡും ഇല്ല. എന്നാലും ഇവിടെ ജയ്ദീപ് കെ തന്നെ അവർക്ക് എതിരെ ശക്തമായിട്ട് നിലപാടെടുക്കുന്നുണ്ട്, ശക്തമായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ജയ്ദീപിനെയും അവർക്ക് ഇഷ്ടമല്ല. ജാൻമണിദാസ് ഈ ഷോയിൽ കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്നലെ ഞാൻ ജാൻമണിദാസ് എവിക്റ്റ് ആവുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്, അല്ലെങ്കിൽ ആഗ്രഹിച്ചിരുന്നത്. ഇന്നലെ അവർ എവിക്റ്റ് ആയില്ല. ഇന്നിനി വിഷു എപ്പിസോഡ് ആയതുകൊണ്ട് അവർ എവിക്റ്റ് ആവാനും സാധ്യത ഞാൻ കാണുന്നില്ല. അപ്പോൾ ഈ ജാൻമണിദാസിനെ പോലുള്ള ഭാരങ്ങൾ എന്തിനാണ് ബിഗ് ബോസ് ചുമക്കുന്നതെന്ന്, അവർക്ക് എത്ര ഫാൻ ബേസ് ഉണ്ടെന്നും എനിക്ക് അറിയില്ല. എനിക്ക് തോന്നുന്നില്ല അവർക്ക് കൂടുതൽ ഫാൻ ബേസ് ഉണ്ടെന്ന്. സോഷ്യൽ മീഡിയയിലെ കമന്റ്സ് മാക്സിമം നോക്കി കഴിഞ്ഞാൽ എല്ലാം അവർക്കെതിരെയുള്ള കമന്റ്സ് ആയിരിക്കും നിങ്ങൾ കാണുന്നത്. അല്ലെങ്കിൽ തന്നെ ഇത്ര അഹങ്കാരിയായ സ്ത്രീയെ സഹിക്കേണ്ട ആവശ്യം കേരള സമൂഹത്തിന് എന്തായാലും ഇല്ല. പിന്നെ ഈ വൈൽഡ് കാർഡ് എൻട്രീസ് വന്നപ്പോൾ നമുക്ക് കൂടി മനസ്സിലായ ഒരു കാര്യം, നമ്മൾക്ക് അവിടെ ഉള്ളിലുള്ള ആൾക്കാരുടെ യഥാർത്ഥ സ്വഭാവം പലപ്പോഴും അറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം പല കാര്യങ്ങളും നമ്മൾ കാണുന്നില്ല, അറിയുന്നില്ല. ഇപ്പോൾ സിബിൻ കയറുന്നതിന് മുമ്പ് അപ്സരയെ വളരെ ഹൈ ആയിട്ടാണ് വെച്ചിരുന്നത്. വളരെ പോസിറ്റീവായുള്ള ഒരു പേഴ്സണായിട്ടായിരുന്നു അപ്സരയെ പറ്റിയുള്ള സിബിന്റെ കോൺസെപ്റ്റ്. പക്ഷേ കയറിയതിന് ശേഷം ഇപ്പോൾ സിബിന് ആ ചിന്തകളെല്ലാം മാറി, അപ്സരയുടെ യഥാർത്ഥ മുഖം തനിക്കിപ്പോൾ മനസ്സിലായി എന്നാണ് സിബിൻ പറയുന്നത്. അതുപോലെ ഓരോരുത്തരെ പറ്റിയുള്ള ഇമേജസ് മാറിയിട്ടുണ്ട്. ഇപ്പോൾ പൂജാ കൃഷ്ണയ്ക്ക് ജാൻമണിദാസിനോട് ഭയങ്കര ദേഷ്യവും ഇഷ്ടമില്ലായ്മയും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർക്ക് ഇഷ്ടമാണ്. ഈ അവരുടെ സ്റ്റേറ്റ്മെന്റ്സ് ഒഴിച്ച ബാക്കിയെല്ലാം ജാൻമണിദാസ് ഓക്കെയാണ് എന്നാണ് പൂജാ കൃഷ്ണ പറയുന്നത്. എന്താണ് അവിടുത്തെ വ്യത്യാസമെന്ന് നമുക്കും വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല. നമ്മളും അകത്ത് കയറിയാൽ മാത്രമേ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുകയുള്ളൂ. ഇപ്പോൾ സായി കൃഷ്ണ ജയിൽ നോമിനേഷൻ ചോദിച്ചു മേടിച്ചത് ആ കാറിന്റെ ഫീൽ കിട്ടാനാണോ എന്നാണ് എൻ്റെ സംശയം. കാരണം കക്ഷി കാറിലിരുന്ന് കോണ്ടന്റ് ചെയ്താണ് ശീലം. ദിവസം 3-4 കോണ്ടന്റ് വെച്ചൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അതെല്ലാം കാറിനുള്ളിൽ ഇരുന്നുണ്ടായിരുന്നു. ആ കാറിന്റെ കൺഫൈൻഡ് സ്പേസിൽ ഇരുന്നുണ്ടായിരുന്നു സീക്രട്ട് ഏജന്റ് എന്ന സായി കൃഷ്ണ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ കാറിന്റെ ഒരു കൺഫൈൻഡ് സ്പേസിൽ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന സേഫ്റ്റിയും ആ ഒരു ഫീല് കക്ഷിക്ക് വേണ്ടതിനായിട്ടായിരിക്കും കക്ഷി ആ ജയിൽ നോമിനേഷനിൽ പോയതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതോ ഇനി ജയിൽ നോമിനേഷനിലേക്ക് ജയിലിൽ പോകുമ്പോൾ ഒരു ലൈം ലൈറ്റിൽ എത്തുമെന്നോ തന്റെ മുകളിൽ ഫോക്കസ് വരുമെന്നോ കരുതിയിട്ടുണ്ടാവാം ചിലപ്പോൾ. അതോ ഇനി അവിടെ സമാധാനമായിട്ടിരുന്ന് ചിന്തിക്കാൻ വേണ്ടിയുള്ള ഡിസിഷൻ ആയിരുന്നു. എന്തായാലും ജയിൽ നോമിനേഷൻ കക്ഷി ചോദിച്ചു മേടിച്ചത് എന്തിനാണെന്ന് സായി കൃഷ്ണയ്ക്ക് മാത്രമേ അറിയൂ. അപ്പൊ കാറിൽ നിന്ന് കോണ്ടന്റ് ഉണ്ടാക്കുന്ന പോലെ എളുപ്പമല്ല ബിഗ് ബോസിൽ ഇറങ്ങിക്കളിക്കുക എന്ന് ഇപ്പോൾ സായി കൃഷ്ണയ്ക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും. ഗാലറിയിൽ ഇരുന്ന് സച്ചിൻ ടെണ്ടുൽക്കറുടെ ബാറ്റിങ്ങിനെ കുറ്റം പറയുന്ന കണാരേട്ടന്റെ അവസ്ഥയിലാണ് എന്നെ പോലുള്ള എല്ലാ സോഷ്യൽ മീഡിയ ചാനൽ നടത്തുന്നവരും. നമുക്ക് ഗാലറിയിൽ ഇരുന്ന് അഭിപ്രായം പറയാം, ഇറങ്ങി കളിക്കുമ്പോഴേ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകത്തുള്ളൂ. ഗാലറി ഇരിക്കുമ്പോൾ എല്ലാം ഈസിയാണ്. അതും നമ്മൾ പുറത്തിരുന്ന് കാണുമ്പോൾ ഏതൊക്കെ ക്യാമറയിലുള്ള വിഷ്വൽസ് ആണ് നമുക്ക് വരുന്നത്, എല്ലാ ക്യാമറയിലുള്ള വിഷ്വൽസും ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. നമുക്ക് അറിയാം ആരൊക്കെ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നതെന്ന്. അതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ പറയാം, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണമെന്ന്. പക്ഷെ അവിടെ അകത്തേക്ക് കയറി കഴിയുമ്പോൾ ഒരൊറ്റ ഗ്രൂപ്പിന്റെ സംസാരം മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റൂ, അറിയാൻ പറ്റൂ. അപ്പൊ എന്ത് പ്ലാൻ ചെയ്യാനാണ്? അതും ഓരോരുത്തരും ഓരോ രീതിയിലുള്ള പ്ലാനിങ് ആണ് ചെയ്യുന്നത്. ഇപ്പോഴും ജിൻഡോയ്ക്ക് ഫാൻ ബേസ് എങ്ങനെയാണ് എന്ന് വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. PR ബേസ് ആയിരിക്കും, PR വർക്ക് ആയിരിക്കാം. അതല്ലെങ്കിൽ ജിൻഡോയുടെ ഇത്തരം കള്ളത്തരങ്ങൾ പറഞ്ഞുള്ള എപ്പോഴും കള്ളത്തരങ്ങൾ തന്നെയാണ്. ഇന്ന് ലാലേട്ടൻ വന്നപ്പോൾ പോലും കള്ളത്തരം കാണിക്കുന്നുണ്ടായിരുന്നു. ആ ഐസ് വായിൽ വെച്ചിട്ടുള്ള ഗെയിം പോലും കക്ഷി പറയുന്നത് അങ്ങ് തണുപ്പ് കയറി അങ്ങ് തലമുണ്ടയിൽ കയറിയെന്നൊക്കെയാണ്. എന്തായാലും അത്രയൊന്നും തലമുണ്ടയിൽ കയറത്തില്ല, ഇത്ര ഐസ് ഇട്ടൊന്നും വെച്ച്. അത്രയും വീക്കാണോ അല്ലെങ്കിൽ ജിൻഡോ? ഇത്രയും മസിൽ മാനായിട്ട് നടക്കുന്ന ജിൻഡോ അത്ര വീക്കാണോ? എന്തായാലും കക്ഷി എങ്ങനെ അത്ര ഫാൻ ബേസ് വന്നെന്ന് ഇപ്പോഴും വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. അതേസമയം ജിൻഡോയെ പറ്റി ചില സെക്ഷൽ ബാഡ് ടച്ചിന്റെ ആരോപണങ്ങളും ഉണ്ട്. ജയ്ദീപ് കെ ആണ് ഉന്നയിച്ചത്. അല്ലാതെയും ഇതിനു മുമ്പ് 2-3 പേർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനൊരു പോസിബിലിറ്റി ഉണ്ട്. കക്ഷി ഒരു ജിം ട്രെയിനറും കൂടിയാണ്. അപ്പോൾ ആ ഒരു ശീലമായിരിക്കാം, ബോഡി ടച്ച് ചെയ്തൊക്കെ പലപ്പോഴും ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടി വന്ന് അപ്പോൾ ആ കക്ഷി അത് നോർമലായിട്ട് തോന്നുന്നുണ്ടാകും. പക്ഷേ ബാഡ് ടച്ച് ഉള്ളി.
അപ്പോൾ അതിലും ബിഗ് ബോസിന്റെ ഇടപെടൽ ആവശ്യമായിട്ട് വരും. ഇത് കൂടുതലാവുകയാണ്, ഒരു സെക്ഷൽ ഹറാസ്മെന്റ് ബേസിലേക്ക് അല്ലെങ്കിൽ സെക്ഷൽ ഹറാസ്മെന്റ് കേസിലേക്ക് അത് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ബിഗ് ബോസിനെ ഇടപെട്ടേ പറ്റൂ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ആഴ്ചയിലെ വിശേഷങ്ങൾ. ഇപ്പോൾ ജാൻമണി ദാസ് ബിഗ് ബോസ് ഹൗസിൽ തുടരുന്നത് എന്തിനാണെന്നോ, അവർക്ക് ആരാണ് ഫാൻ എന്നോ, അവർ എന്താണ് അവരെ നിർത്തിയത് കൊണ്ട് ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നതെന്നോ മനസ്സിലാവുന്നില്ല. ജിൻഡോ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. കള്ളത്തരം പറഞ്ഞിട്ടാണെങ്കിലും കക്ഷി ഇപ്പോൾ ക്യാപ്റ്റനോ എന്തൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ കക്ഷി ക്യാപ്റ്റൻ ആയതിനു ശേഷം പറയുന്നത്, ഞാനിപ്പോൾ ക്യാപ്റ്റൻ ആവുന്നതിന് മുമ്പ് ഉള്ള വോട്ടിങ്ങിൽ പറഞ്ഞത്, നിങ്ങളൊക്കെ എന്ത് തെറ്റ് ചെയ്താലും ഞാൻ കണ്ണുമടച്ചിരിക്കും, ഞാനൊന്നും പറയാൻ പോകുന്നില്ല എന്നാണ്. അങ്ങനെ ക്യാപ്റ്റനായിട്ട് ഇരിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം സംശയമാണ്. ഏതായാലും അങ്ങനെ ക്യാപ്റ്റനായി കഴിഞ്ഞാൽ പിന്നെ ടീം തന്നെ അലങ്കോലമാവും, ബിഗ് ബോസ് ഹൗസ് അലങ്കോലമാവും. ലീഡർ തന്നെ ഇങ്ങനെയാണെങ്കിൽ, ലീഡർ തന്നെ തരികിടയാണെങ്കിൽ ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും? ആശാൻ അക്ഷരം ഒന്ന് പിഴച്ചാൽ 51 പിഴയ്ക്കും ശിഷ്യന് എന്നതുപോലെയാണ്. ക്യാപ്റ്റൻ ഇങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവരുടെ കാര്യവും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരാം. താങ്ക് യു.